ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ബിരിയാണി ഇഷ്ടമല്ലാത്ത വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. അതിന് കോഴിക്കോട് ബിരിയാണി ആണെങ്കിലും തലശ്ശേരി ബിരിയാണി ആണെങ്കിലും അല്ലെങ്കിൽ തമിഴ് സ്റ്റൈൽ ബിരിയാണികളാണെങ്കിലും എത്ര പേര് ഹൈദരാബാദിലെ 300 വർഷം പഴക്കമുള്ള കല്യാണി ബിരിയാണി കേട്ടിട്ടുണ്ട്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചരിത്രം പറയുന്നതിന് മുമ്പേ ചരിത്രത്തിനുള്ളിൽ ചെറിയൊരു കഥ പറയാം. 1780-1770 കാലഘട്ടത്തിൽ ഹൈദരാബാദ് നിസാമിന്റെ കൊട്ടാരത്തിൽ വളരെ പ്രധാനിയായിരുന്ന ഒരാൾ, ഒരു നോബൽ, ഒരു സ്ഥലത്ത് വന്ന് ബിരിയാണി ചോദിച്ചു, മട്ടൻ ബിരിയാണി ചോദിച്ചു. പക്ഷേ ഇവർക്ക് മട്ടൻ ബിരിയാണി കൊടുക്കാൻ സാധിച്ചില്ല. അന്ന് മട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സീക്രട്ട് ആയിട്ട് പെട്ടെന്നൊരു ബിരിയാണി തട്ടിക്കൂട്ടി, ടൊമാറ്റോയും ഒക്കെ കൂടുതലിട്ട് മസാലയൊക്കെ ഇട്ട്. പക്ഷെ അവർ ഉപയോഗിച്ചത് ബീഫാണ്. ആ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. ഈ നോബൽ അത് കഴിച്ചതിന് ശേഷം വളരെയധികം ഹാപ്പിയായി, സന്തോഷമായിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എന്താണ് ഈ ബിരിയാണി എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ ഉത്തരമാണ്, ഇതാണ് കല്യാണി ബിരിയാണി. കല്യാണി ബിരിയാണി എന്ന് പറയുമ്പോൾ ഹൈദരാബാദിലെ പ്രശസ്തമായ ബീഫ് ബിരിയാണി തന്നെയാണ് കല്യാണി ബിരിയാണി. കാലഘട്ടം ഒന്നുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ 1700 കാലഘട്ടത്തിൽ ബസവ കല്യാൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ബീദാറിൽ, കർണാടകയിലെ ഒരു ബോർഡർ സ്ഥലമാണ്. അവിടെ നിന്നും ഒരു കുടുംബം, ഒരു മുസ്ലിം റോയൽ ഫാമിലി, അവരെയാണ് നമ്മൾ കല്യാണി നവാബ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ പിന്നീട് ഹൈദരാബാദിന്റെ നിസാമിന്റെ അടുത്തേക്ക് പോയി. നിസാം അവർക്ക് വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ വലിയൊരു മാൻഷൻ ഉണ്ടാക്കി കൊടുത്തു. അതാണ് കല്യാണി കി ഡിയോടി എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും സൗജന്യമായി കല്യാണി ബിരിയാണി കൊടുക്കും. അപ്പൊ എന്തിനാണ് നിസാം ഇവരെ സഹായിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിദാർ അന്നൊരു ബോർഡർ സ്ഥലമായിരുന്നു. മറാഠാസിന്റെ ഒക്കെ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വന്നും പോകും നിൽക്കുന്ന സമയം ഹൈദരാബാദ് നിസാംസിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലവുമാണ്. അപ്പൊ ഈ സ്ഥലം കൺട്രോൾ ചെയ്യാൻ അവിടുത്തെ കല്യാണി നവാബുകൾക്ക് നന്നായി പറ്റും എന്ന് മനസ്സിലാക്കിയാണ് നിസാം ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ഇവരുടെ ബിരിയാണി ആ കാലത്ത് കഴിക്കാത്തതായ ആരുമില്ല. കല്യാണി മാൻഷൻ വലിയൊരു പാലസ് പോലെയാണ്. വലിയ ഡൈനിങ് ഹാള്, വലിയ ഫൗണ്ടൻസ്, അതും സംഗീതം, നൃത്തം എല്ലാം കൊണ്ടും ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ആ കാലത്ത് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാന കാര്യം, അന്ന് ഇന്റലിജൻസ് ഏജൻസികളൊന്നുമില്ല. ഇതൊരു ഇന്റലിജൻസ് ഹബ്ബായിരുന്നു. കാരണം ബിഡാറിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകുന്ന സൈനികരാണെങ്കിലും ട്രാവലേഴ്സ് ആണെങ്കിലും ഇവിടെ വന്ന് ബിരിയാണി കഴിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകൾ എല്ലാം ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യപ്പെടും. സോ ഒരു ഇന്റലിജൻസ് സെന്ററും കൂടെ ആയി മാറി ഈ ബിരിയാണി. കറക്റ്റ് 1 മണിക്കും 7:30ക്കും വലിയൊരു ബ്രാസ് ബെല്ലുണ്ട്. ഈ മണി അടിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കല്യാണി ബിരിയാണി തയ്യാറായി എന്നുള്ളത്. അങ്ങനെ കല്യാണി ബിരിയാണി വളരെ പോപ്പുലറായി. ഇത് കഴിക്കാൻ എല്ലാവരും ഹൈദരാബാദ് പോയി തുടങ്ങി. പക്ഷെ പിന്നീട് 1948 ഓപ്പറേഷൻ പോളോ വളരെ ഫേമസ് ആണ്. ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയന്റെ ഇടയ്ക്ക് ചേർത്ത സമയത്ത് പിന്നീട് ഈ റോയൽ കിച്ചൺ അടച്ചു. അങ്ങനെ ഹൈദരാബാദി കല്യാണി ബിരിയാണി എന്നേക്കുമായി അവസാനിച്ചു. ഇന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ.